വിശദമായ റിപ്പോർട്ടുകളിലേക്ക്. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ കടുവ ഇറങ്ങിയതായി സംശയം. RRT ഇപ്പോൾ ചുരത്തിൽ പരിശോധന നടത്തുകയാണ്. വ്യൂ പോയിന്റിലെത്തിയവരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുകയാണ്. രാഹുൽ, എന്താണ് ഇങ്ങനെയൊരു കടുവ ഇറങ്ങിയെന്നൊരു സംശയം രൂപപ്പെടാനുള്ള സാഹചര്യം? ആരെങ്കിലും കണ്ടിരുന്നോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഈ നിയന്ത്രണവുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങൾ എന്താണ് രാഹുൽ? താമരശ്ശേരി ചുരത്തിലെ 8-9 വളവുകൾക്കിടയിൽ കടുവയെ കണ്ടുവന്ന ഒരു സംശയം വന്നിട്ടുണ്ട്. ഇത് യാത്രക്കാരാണ് ഫോറസ്റ്റിനെ വിവരം അറിയിച്ചിട്ടുള്ളത്. ബൈക്കിൽ യാത്ര ചെയ്യുന്നതിനിടെ കടുവ മുന്നിലേക്ക് എടുത്തു ചാടുകയും തുടർന്ന് നടന്ന് ഈ കാട്ടിലേക്ക് നീങ്ങിയെന്നുമാണ് യാത്രക്കാർ ഫോറസ്റ്റിനെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് താമരശ്ശേരി RRT സംഘം ഇപ്പോൾ താമരശ്ശേരി ചുരത്തിൽ പരിശോധന നടത്തുന്നത്. 8-9 വളവുകൾക്കിടയിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ കടുവയെ കണ്ടെത്താൻ ആയിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു മുൻകരുതൽ നടപടി എന്നോണമാണ് ഇപ്പോൾ വഴിയിലുള്ള യാത്രക്കാരെ ഒഴിപ്പിക്കുന്നത്. അതിന്റെ ആദ്യഘട്ടം എന്ന നിലയിലാണ് വ്യൂ പോയിന്റിൽ നിൽക്കുകയായിരുന്ന യാത്രക്കാരെ ഇപ്പോൾ ഒഴിപ്പിച്ചിട്ടുള്ളത്. രാത്രി സമയങ്ങളിൽ താമരശ്ശേരി ചുരത്തിലെ വഴിയോരങ്ങളിൽ പുറത്തിറങ്ങരുതെന്നാണ് വനം വകുപ്പും ഫോറസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. കടുവയാണെന്ന സംശയത്തിന് കാരണം 10 മാസം മുമ്പേ ഇതേ പ്രദേശത്ത് കടുവ ഇറങ്ങുകയും അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു. അതുകൊണ്ട് നേരത്തെയും കടുവ ഇറങ്ങിയ പ്രദേശമാണ് ഈ 8-9 വളവുകൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ സംശയം ബലപ്പെടുകയാണ്. എന്താണെങ്കിലും രാത്രിയിലും വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ പരിശോധന തുടരാൻ തന്നെയാണ് തീരുമാനം. ഈ ചുരത്തിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ ഇതിന്റെ ഒരു മുൻകരുതൽ നടപടി സ്വീകരിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചുരത്തിലെ ഒരു വളവുകളിലും ആളുകൾ പുറത്തിറങ്ങരുതെന്നാണ് വനം വകുപ്പും അതോടൊപ്പം തന്നെ പോലീസും പറയുന്നത്. ശ്രീജിത്ത്, ശരി. രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു കോഴിക്കോട്ട് നിന്ന്. മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തിലെ സഹായത്തിൽ കേന്ദ്രത്തെ കടന്നാക്രമിച്ച മുഖ്യമന്ത്രി. വിവരങ്ങൾ കൃത്യമായി കൈമാറിയിട്ടും കേന്ദ്ര ആഭ്യന്തരമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്നു. SDRFിൽ നിന്ന് തുക ചെലവഴിക്കുന്നതിൽ സംസ്ഥാനത്തിന് പരിമിതിയുണ്ട്. വാസ്തവ വിരുദ്ധമായ പ്രചാരണങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുണ്ടക്കൈ ചൂരൽമല വിഷയത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ച മുഖ്യമന്ത്രി കേന്ദ്രം ഒളിച്ചോടാനാണ് ശ്രമിക്കുന്നതെന്ന് കുറ്റപ്പെടുത്തി. പ്രധാനമന്ത്രിയുടെ സന്ദർശനം കഴിഞ്ഞ് 100 ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിന് ₹1 പോലും നൽകിയില്ല. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന് ശേഷം 100 ദിവസത്തിലധികമായി. മെമ്മോറാണ്ടം സമർപ്പിച്ചിട്ട് 3 മാസത്തിലധികമായി. ഇതിനിടയിൽ മറ്റു പല സംസ്ഥാനങ്ങൾക്കും രേഖാമൂലം ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകിയിട്ടുണ്ട്. എന്നിട്ടും പ്രത്യേക ധനസഹായമായി ₹1 പോലും കേരളത്തിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. കേരളം വിശദമായ റിപ്പോർട്ട് നൽകിയില്ലെന്ന് പറഞ്ഞ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ജനങ്ങളെയും പാർലമെന്റിനെയും തെറ്റിദ്ധരിപ്പിച്ചു. കേന്ദ്ര സർക്കാരിന് മെമ്മോറാണ്ടം നൽകാൻ വൈകിയിട്ടില്ല. ഈ റിപ്പോർട്ട് വൈകിയതുകൊണ്ടാണ് പ്രത്യേക പാക്കേജ് പ്രഖ്യാപിക്കാത്തത് എന്ന വിചിത്രവാദമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേരളത്തിൽ നിന്നുള്ള MP-മാർക്കുള്ള മറുപടിയായി പറഞ്ഞിരിക്കുന്നത്. ഇത് ദുരന്ത മേഖലയിലെ ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടിയാണ്. SDRFിൽ നിന്ന് തുക ചെലവഴിക്കുന്നതിൽ പരിമിതിയുണ്ട്. ഒരുമിച്ച് നിന്ന് കേന്ദ്രത്തെ ചോദ്യം ചെയ്യാൻ കഴിയണമെന്ന് പ്രതിപക്ഷത്തോട് മുഖ്യമന്ത്രി. ആ ഒരു ദുരുപദിഷ്ടമായ നിലപാട് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയുന്നുണ്ടോ മറ്റു പലതിൻ്റെയും പേരിൽ? ഇതാണ് നാം ഗൗരവമായി കാണേണ്ട കാര്യം. അപ്പോൾ ഇത്തരം കാര്യങ്ങളെ ഒരു നാടെന്ന നിലക്ക് ഒന്നിച്ച് ചോദ്യം ചെയ്യാൻ സന്നദ്ധമാവുക എന്നതാണ് വേണ്ടത്. SDRF കണക്കുകൾ സമയബന്ധിതമായി സമർപ്പിക്കാത്തതിലെ ഹൈക്കോടതി വിമർശനങ്ങൾക്ക് കണക്കുകൾ തയ്യാറാക്കാൻ സമയം വേണമെന്ന് കോടതിയെ അറിയിച്ചിരുന്നു എന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. 24 തിരുവനന്തപുരം. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തെക്കുറിച്ച് മുഖ്യമന്ത്രി കള്ളം പറയുന്നുവെന്ന് പ്രകാശ് ജാവ്ദേക്കർ 24നോട്. ദുരന്തമുണ്ടായി 100 ദിവസം കഴിഞ്ഞാണ് സംസ്ഥാനം മെമ്മോറാണ്ടം നൽകുന്നത്. SDRFിലെ 700 കോടിയിൽ 500 കോടിയിലധികം നൽകിയത് കേന്ദ്ര സർക്കാരാണെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. SDRF 700 crore out of which more than 500 crore has been given by central government is lying with the state government. They have sent memorandum after 100 days of tragedy. So delay on the part of state government. Then there is already from world over donations have come as for relief, CM's relief fund. He doesn't tell how much money has been collected and how they are going to use. So this is cheating the people, cheating Wayanad victims.
തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യം വെച്ച് പ്രധാന തീരുമാനവുമായി ബി ജെ പിക്ക് ഇനി 31 ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാകും. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ 3 ജില്ലാ കമ്മിറ്റികൾ വീതമുണ്ടാകും. ജനുവരിയോടെ പുതിയ ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വരും. 24 ബിഗ് ബ്രേക്കിംഗ്. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഈ തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ കണ്ട് സമഗ്രമായ മാറ്റമാണ്, അത് സംഘടനാ തലത്തിലും സമഗ്രമായ മാറ്റത്തിനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. എന്താണ് യോഗ തീരുമാനങ്ങൾ, ശ്രീകാന്ത്? ബി ജെ പിക്ക് ഇനി സംസ്ഥാനത്ത് 31 ജില്ലാ കമ്മിറ്റികൾ ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. 2 തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്, മലപ്പുറം, തൃശൂർ ജില്ലകളിൽ ഇനി 3 ജില്ലാ കമ്മിറ്റികൾ വീതമുണ്ടാകും. മറ്റ് 7 ജില്ലാ കമ്മിറ്റികൾക്ക് 2 ജില്ലാ സമിതികളായിരിക്കും ഉണ്ടാവുക. പത്തനംതിട്ട, വയനാട് ജില്ലകളിൽ ഓരോ കമ്മിറ്റികൾ തന്നെ തുടരാനും തീരുമാനമായിട്ടുണ്ട്. ജനുവരിയോടെ പുതിയ ജില്ലാ കമ്മിറ്റികൾ നിലവിൽ വരും എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമായി ഇന്ന് പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം ഈ നിയമസഭാ മണ്ഡലം കമ്മിറ്റിയെ ബി ജെ പി നേരത്തെ 2ആയി വിഭജിച്ചിരുന്നു. തദ്ദേശ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോർ കമ്മിറ്റി വിപുലീകരിക്കുകയും ചെയ്തു. അതിലിപ്പോൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സംസ്ഥാന ഉപാധ്യക്ഷരായ ശോഭാ സുരേന്ദ്രൻ, കെ എസ് രാധാകൃഷ്ണൻ എന്നിവരെ ഈ കോർ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം, തൃശൂർ കോർപ്പറേഷനുകൾ പിടിക്കുക എന്നുള്ളതും അജണ്ടയായി ബി ജെ പി നിശ്ചയിച്ചിട്ടുണ്ട്. ശരി, ശ്രീകാന്ത് വിവരങ്ങൾ നൽകുകയായിരുന്നു. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ നിന്ന് പിന്മാറുന്നതിന് ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നുവെന്നത് തെറ്റായ ചിത്രീകരണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഭൂമിക്കും മറ്റുമായി ചിലവാക്കിയ ഓഹരി മൂല്യമാണ് മടക്കി നൽകുന്നതെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു. കാലതാമസം വരുമെന്നതുകൊണ്ടാണ് ആർബിട്രേഷന് പോകാത്തത്. പദ്ധതിയുടെ ഭൂമി ആർക്കും പതിച്ചു കൊടുക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സ്മാർട്ട് സിറ്റി പദ്ധതി ഉപേക്ഷിക്കാനുള്ള മന്ത്രിസഭാ തീരുമാനത്തിന് ശേഷം ഇതാദ്യമായാണ് മുഖ്യമന്ത്രിയുടെ പ്രതികരണം വരുന്നത്. പദ്ധതിയിൽ നിന്ന് പിന്മാറുന്ന ടീകോമിന് നഷ്ടപരിഹാരം നൽകുന്നുവെന്ന വിമർശനം മുഖ്യമന്ത്രി നിഷേധിച്ചു. മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വാർത്താക്കുറിപ്പിലായിരുന്നു നഷ്ടപരിഹാരം എന്ന പരാമർശം ആദ്യം കടന്നു വന്നത്. സ്മാർട്ട് സിറ്റിയിൽ സാധാരണ നിലക്ക് ടീകോം അവർ വാങ്ങിയ ഓഹരി വില അതാണ് സാധാരണ നിലക്ക് മടക്കി കൊടുക്കേണ്ടി വരിക. ഇത് തന്നെ ഇൻഡിപെൻഡൻറ്റ് ഇവാലുവേറ്റർ തീരുമാനിക്കുന്നതാണ്. അത് നഷ്ടപരിഹാരമല്ല. നഷ്ടപരിഹാരം എന്നൊരു വാക്ക് അവിടെ ഉപയോഗിക്കേണ്ടതായിട്ടില്ല. അത് സാധാരണ നിലക്ക് കരാറിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. സ്മാർട്ട് സിറ്റി ഭൂമി സ്വകാര്യ കമ്പനികൾക്ക് കൈമാറാനുള്ള നീക്കമാണെന്ന പ്രതിപക്ഷ വിമർശനവും മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. അത് പൂർണ്ണമായും ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളതായിരിക്കും. ഗവൺമെൻറ് ഉടമസ്ഥതയിലുള്ളൊരു പൊതുമേഖലാ സ്ഥാപനമായിട്ട് ഇത് നിലനിൽക്കും. ഒരു ജോയിൻറ്റ് വെഞ്ചറും അവിടെ ഉണ്ടാവില്ല. ഒരു കൂട്ടർക്കും ഇത് പതിച്ചു കൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവർ പോയി വേറൊരു കൂട്ടർ ആ സ്ഥാനത്ത് വന്നിരിക്കുക എന്നുള്ളത് ഉദ്ദേശിക്കുന്ന കാര്യമല്ല. അങ്ങനെയൊരു കാര്യമേ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല. പദ്ധതിയിൽ നിന്ന് ടീകോം പിന്മാറുന്നതിനുള്ള കാരണമെന്തെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കിയില്ല. ടീകോമിന്റെ മുൻ സിഇഒ ബാജു ജോർജിനെ നഷ്ടപരിഹാരം വിലയിരുത്താനുള്ള സമിതിയിൽ അംഗമാക്കിയതിനെ പറ്റിയും മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. 24 തിരുവനന്തപുരം. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വയബിലിറ്റി ഗ്യാപ് ഫണ്ടിൽ കേരളത്തിന് വീണ്ടും നിരാശ. വയബിലിറ്റി ഗ്യാപ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന് നിർദ്ദേശിച്ച് കേന്ദ്ര ധനമന്ത്രി മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. അടിസ്ഥാന സൗകര്യ വികസനത്തിൽ സ്വകാര്യ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി സാമ്പത്തികമായി ലാഭമില്ലാത്ത പദ്ധതികൾക്ക് നൽകുന്ന കേന്ദ്ര സഹായമാണ് VGF അഥവാ വയബിലിറ്റി ഗ്യാപ് ഫണ്ട്. കേന്ദ്ര ധനമന്ത്രാലയത്തിന്റെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് രൂപീകരിച്ച എംപവേർഡ് കമ്മിറ്റി 817.80 കോടി രൂപയാണ് VGF ആയി വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്ക് നൽകാൻ ശുപാർശ നൽകിയിരുന്നത്. എന്നാൽ ഇതുവരെയുള്ള കേന്ദ്ര സമീപനങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമന്റെ കത്ത്. കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും സംയുക്തമായാണ് VGF നൽകാൻ തീരുമാനിച്ചത്. കേന്ദ്ര വിഹിതം 817.80 കോടി രൂപയും സംസ്ഥാന വിഹിതം 817.20 കോടി രൂപയും VGF ഗ്രാന്റാണെന്നിരിക്കെയാണ് കേന്ദ്ര VGF വിഹിതത്തിൽ ലാഭവിഹിതം വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുന്നത്. ഫണ്ട് പല മടങ്ങായി തിരിച്ചടയ്ക്കണമെന്ന കേന്ദ്ര സർക്കാർ നിലപാടിലൂടെ 12,000 കോടി രൂപയുടെ അധിക ബാധ്യതയാണ് കേരളത്തിനുണ്ടാവുക. തൂത്തുക്കുടി തുറമുഖത്തിന് നൽകിയ അതേ പരിഗണന വിഴിഞ്ഞത്തിനും നൽകണമെന്നായിരുന്നു കേരളത്തിന്റെ പ്രധാന ആവശ്യം. തൂത്തുക്കുടിക്ക് 1,411 കോടി രൂപ VGF ആയി അനുവദിച്ചിരുന്നു. എന്നാൽ തൂത്തുക്കുടി തുറമുഖത്തെയും വിഴിഞ്ഞത്തെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ കഴിയില്ലെന്നും തൂത്തുക്കുടി തുറമുഖം കേന്ദ്ര സർക്കാരിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിൽ വരുന്ന തുറമുഖമാണെന്നും നിർമ്മല സീതാരാമൻ മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറയുന്നു. തുച്ഛമായ വിഹിതം നൽകി കൂടുതൽ ലാഭം നേടാനാണ് കേന്ദ്രത്തിന്റെ ശ്രമമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. തുച്ഛമായ തുക മുടക്കുന്ന കേന്ദ്ര സർക്കാർ വലിയ ലാഭവിഹിതം പിടിച്ചടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. കേന്ദ്ര സർക്കാർ തങ്ങളുടെ പകപോക്കൽ സമീപനം വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിലും തുടരുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. വിഴിഞ്ഞം തുറമുഖത്തിന്റെ വാണിജ്യ തലത്തിലുള്ള പ്രവർത്തനം ആരംഭിച്ച് 1 വർഷത്തിനകം കേന്ദ്രം മുടക്കുന്ന VGF ഫണ്ട് GST വിഹിതമായി കേന്ദ്ര സർക്കാരിന് ലഭിക്കും എന്നിരിക്കെയാണ് കേന്ദ്ര സർക്കാരിന്റെ കേരളത്തിനെതിരായ നിലപാട്.
24 തിരുവനന്തപുരം. ശബരിമല സന്നിധാനത്ത് ഹരിവരാസനം പാടി നടയടയ്ക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. സൈക്കിൾ പ്യൂർ അഗർബത്തി ശരണം സന്നിധാനം സമർപ്പിക്കുന്നത് അഗർബത്തി എന്നാൽ സൈക്കിൾ.
നോക്കാം ഇനി ശബരിമലയിലെ നാളത്തെ ചടങ്ങുകൾ. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്. വാർത്തകളിലേക്ക് വീണ്ടും. പമ്പാ ഗണപതി ക്ഷേത്രത്തിന് സമീപം പുലി ഇറങ്ങി. ഗസ്റ്റ് ഹൌസിന് സമീപത്തു നിന്നും പുലി പന്നിയെ പിടികൂടി. ആളുകൾ ബഹളം വെച്ചതിനെ തുടർന്ന് പുലി കാട്ടിലേക്ക് പോയി. YS അഭിനന്ദ് സന്നിധാനത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അഭിനന്ദ്, വിവരങ്ങൾ എന്താണ്? ഇന്ന് രാത്രി 8:30 ആയിരുന്നു സംഭവം. പമ്പ ഗണപതി ക്ഷേത്രത്തിന് സമീപമാണ് പുലി ഇറങ്ങുന്ന സാഹചര്യം ഉണ്ടായത്. പുലി പന്നിയെ പിടിക്കുന്നത് ഏതാണ്ട് 3 ഭക്തർ അവിടെ കാണുന്നു. ഭക്തർ ബഹളം വെച്ചതിനെ തുടർന്ന് പുലി കാട്ടിലേക്ക് മറയുകയായിരുന്നു. ഗസ്റ്റ് ഹൌസിന് സമീപത്ത് നിന്നാണ് ഈ പുലി പന്നിയെ പിടിച്ചത്. എന്തായാലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ പുലി ഇപ്പോൾ കാട്ടിലേക്ക് പോയിരിക്കുകയാണ്. വനം വകുപ്പ് കൃത്യമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. റീജിത്ത്. ശരി, YS അഭിനന്ദ് വിവരങ്ങൾ നൽകുകയായിരുന്നു. മുസ്ലിം ലീഗ് വിരുദ്ധപക്ഷം വിട്ടുനിന്നതോടെ സമസ്ത ലീഗ് സമവായ ചർച്ച പാളി. സമസ്തയിൽ 2 വിഭാഗങ്ങളില്ലെന്നും ചിലർ അസൗകര്യം അറിയിച്ചതിനെ തുടർന്നാണ് ചർച്ച മാറ്റിയതെന്നും സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ വ്യക്തമാക്കി. നേതൃത്വം വിളിച്ചാൽ ചർച്ചയ്ക്ക് വരാതിരിക്കുന്നത് ധിക്കാരമാണെന്ന സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ സമ്മർദ്ദ വാക്കുകളും ഫലം കണ്ടില്ല. സമസ്തയിലെ ലീഗ് വിരുദ്ധ പക്ഷം സമവായ ചർച്ചയിൽ നിന്ന് വിട്ടുനിന്നു. ഇതോടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത ആദ്യ ചർച്ച തന്നെ പാളി. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സാദിഖ് അലി ശിഹാബ് തങ്ങൾ, MT അബ്ദുള്ള മുസല്ലിയാർ, PK കുഞ്ഞാലിക്കുട്ടി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രശ്ന പരിഹാര ചർച്ച. സമസ്തയിലെ ലീഗ് അനുകൂല പക്ഷമായ അബ്ദുസമദ് പൂക്കോട്ടൂർ, നാസർ ഫൈസി കൂടത്തായി തുടങ്ങിയവർ ചർച്ചയ്ക്കെത്തി. ഉസ്താമാർ വിളിച്ചതാണ് ചർച്ചയ്ക്ക്, അല്ല ഞങ്ങൾ ഉണ്ടാക്കിയ ചർച്ചയല്ല. വിളിച്ചു, ഞങ്ങൾക്ക് പറയാനുള്ളത് ഞങ്ങൾ പറയുകയും രേഖാമൂലം സമർപ്പിക്കുകയും ചെയ്തു. സംശയമുണ്ടോ? ഞങ്ങൾ അച്ചടക്കം പറഞ്ഞാൽ വരാന്നുള്ളതാണ്. യോഗത്തിന് ശേഷം സംയുക്ത വാർത്താ സമ്മേളനം. ചില ആളുകൾ വരാനുള്ള അസൗകര്യം അറിയിച്ചിരുന്നുവെന്നും ചർച്ച മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചതായും ജിഫ്രി തങ്ങൾ. 2 വിഭാഗം എന്ന് പറഞ്ഞത് സമസ്തയിലില്ല. അത് അങ്ങനെ മനസ്സിലാക്കുന്നത് തെറ്റാണ്. അത് അവര് ഓരോരുത്തർക്കുള്ള നിഗമനം അനുസരിച്ച് പ്രവർത്തനത്തിനുള്ള അത് ചെയ്തിട്ടുണ്ടാവാം. മനസ്സിലായില്ലേ? ഇപ്പൊ അവർക്ക് അസൗകര്യം ഉണ്ടായതുകൊണ്ട് വന്നില്ല, അടുത്ത് ഇരുത്തും എന്ന് പറഞ്ഞില്ല. അഭിപ്രായ വ്യത്യാസം കൂടിയിരുന്ന് പറഞ്ഞു തീർക്കുക എന്നതാണ് ഉദ്ദേശിച്ചിരുന്നതെന്ന് സാദിഖ് അലി തങ്ങൾ. സമസ്ത ഒറ്റക്കെട്ടായി പോകണമെന്നുള്ളത് നമ്മൾ സുന്നികളുടെ മാത്രം ആവശ്യമല്ല, അത് സമൂഹത്തിന്റെ തന്നെ ആവശ്യമാണ്. എല്ലാ വിഭാഗം ജനങ്ങളുടെ ആവശ്യമാണ് സമസ്ത ഒറ്റക്കെട്ടായി പോവുക എന്നുള്ളത്. അതിനൊരു വീഴ്ച വരാൻ പാടില്ല എന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് ഇപ്പം ഞങ്ങൾ ഇന്നിവിടെ കൂടി. ചുരുക്കത്തിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിളിച്ചു ചേർത്ത ചർച്ചയിലെ കല്ലുകടി എത്ര വലിയ വിള്ളലാണ് നിലനിൽക്കുന്നത് എന്ന് കൂടുതൽ തെളിയിക്കുന്നതായി മാറി. 24 മലപ്പുറം. മുനമ്പം വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി UDF-ലും ലീഗിലും ഭിന്നത. വഖഫ് ഭൂമിയല്ലെന്ന VD സതീശന്റെ വാദത്തെ KM ഷാജിക്ക് പിന്നാലെ ET മുഹമ്മദ് ബഷീറും തള്ളി. നിയമപണ്ഡിതന്മാരുമായി സംസാരിച്ചാണ് നിലപാട് വ്യക്തമാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശദീകരിച്ചു. ഉടമസ്ഥാവകാശം ചർച്ചയാക്കേണ്ടെന്നും മുനമ്പത്ത് താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാതെയുള്ള പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്നും പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മുനമ്പത്തേത് വഖഫ് ഭൂമിയല്ലെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാദത്തെ ആദ്യം തള്ളിയത് ലീഗ് നേതാവ് KM ഷാജിയാണ്. വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉന്നയിച്ചുള്ള തർക്കം ലീഗ് മുൻകൈയെടുത്ത് നടക്കുന്ന സമവായ ശ്രമങ്ങൾക്ക് തിരിച്ചടിയുണ്ടാക്കുമെന്ന തിരിച്ചറിവിലാണ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ലീഗിന്റെ നിലപാട് ഇന്ന് വീണ്ടും വ്യക്തമാക്കിയത്. KM ഷാജിയുടേത് പ്രസംഗത്തിലെ ശൈലിയാണെന്ന് പറഞ്ഞ ഉടമസ്ഥാവകാശ വിവാദം ലീഗ് തള്ളി. ലീഗിന്റെ അത് ഓരോരുത്തർ പ്രസംഗിക്കുമ്പോൾ ഓരോ ശൈലിക്കും വേണ്ടി അതൊന്നും പറയും, അത്രേ ഉള്ളൂ. അത് മുസ്ലിം ലീഗ് കാര്യമായിട്ട് എടുക്കുന്നില്ല. മുസ്ലിം ലീഗിന്റെ അഭിപ്രായം മുസ്ലിം ലീഗ് പറഞ്ഞു അയച്ചിട്ടുണ്ട്. അത് തന്നെയാണ്, അതിൽ ആർക്കും ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഉടമസ്ഥാവകാശ തർക്കത്തിന് പ്രസക്തിയില്ലെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും വ്യക്തമാക്കി. പരസ്യമായ ആണ് അല്ല എന്നുള്ള ഒരു തർക്കം അത് BJPക്കും അതുപോലെ തന്നെ ഇത് തീർക്കാത്ത അടുത്ത വർഷത്തിനൊക്കെ ഗുണം ചെയ്യുന്ന ഒരു അനാവശ്യമായ കോൺട്രവേഴ്സിയാണ് എന്നുള്ളതാണ്. ഇതിനു പിന്നാലെ ഡൽഹിയിൽ മാധ്യമങ്ങളെ കണ്ട ET മുഹമ്മദ് ബഷീർ പ്രതിപക്ഷ നേതാവിനെ തിരുത്തി. വഖഫ് ഭൂമിയാണെന്ന് അംഗീകരിച്ചുകൊണ്ടുള്ള സമവായ ചർച്ചയാണ് വേണ്ടതെന്നും ET വ്യക്തമാക്കി. ഇത് വഖഫ് ഭൂമി തന്നെയാണ്, അത് വഖഫ് ഭൂമിയല്ല എന്നുള്ള വാദം തെറ്റാണ്. മുസ്ലിം ലീഗ് ഒരു ഘട്ടത്തിലും ഇത് വഖഫ് സ്വത്തല്ല എന്ന് പറഞ്ഞിട്ടേയില്ല. നിയമപണ്ഡിതരോട് സംസാരിച്ചാണ് നിലപാട് വ്യക്തമാക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പ്രതികരിച്ചു. സംഘപരിവാറിന്റെ കെണിയിൽ ആരും വീഴരുതെന്നും പ്രതിപക്ഷ നേതാവിന്റെ മുന്നറിയിപ്പ്. ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കണമെങ്കിൽ ഈ വഖഫ് ബില്ല് കൊണ്ടുവന്നാലേ ഇത് പാസ്സായാലേ പരിഹരിക്കുള്ളൂ എന്നുള്ള സംഘപരിവാറിന്റെ ഒരു അജണ്ടയുണ്ട്.
ആ അജണ്ടയിലേക്ക് എല്ലാവരും എത്തിക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കുകയാണ്. ആ കെണിയിൽ എല്ലാവരും വീഴാതിരിക്കാൻ നോക്കുക, അത്രയല്ല. മുനമ്പം പ്രശ്നം പരിഹരിക്കാൻ സാദിഖ് അലി തങ്ങൾ നേരിട്ടിറങ്ങിയതിനു പിന്നാലെയുണ്ടായ വിവാദങ്ങളിൽ ലീഗ് നേതൃത്വത്തിന് അതൃപ്തിയുണ്ട്. വഖഫ് ഭൂമിയല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നതും അതിന് ലീഗ് നേതാക്കൾ പരസ്യമായി മറുപടി പറയുന്നതും വർഗീയ ശക്തികൾക്കാണ് ഗുണം ചെയ്യുകയെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിന് ലീഗ് അനാവശ്യ വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്ന് ചില മുസ്ലിം സംഘടനകളും വിമർശിച്ചിരുന്നു. മുനമ്പം പ്രശ്നപരിഹാരം സർക്കാർ അനാവശ്യമായി വൈകിപ്പിക്കുകയാണെന്നാണ് പ്രതിപക്ഷ വിമർശനം. അതിനിടെയാണ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി UDF-നകത്തുണ്ടായ ഭിന്നത പരസ്യമായത്. 24 മലപ്പുറം. മുനമ്പം വിവാദത്തിൽ പരസ്യപ്രസ്താവന വിലക്കി മുസ്ലിം ലീഗ്. ഭൂപ്രശ്നം രമ്യമായി സർക്കാർ പരിഹരിക്കണമെന്നാണ് നിലപാടെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. മറ്റൊരു പ്രസംഗവും ലീഗിന്റെ അക്കൗണ്ടിൽ കൂട്ടേണ്ട എന്നും സാദിഖ് അലി ശിഹാബ് തങ്ങൾ. പരസ്യ പ്രസ്താവനകളൊന്നും ഈ വിഷയം മുസ്ലിം ലീഗിന്റെ ആളുകൾ നേതാക്കളിൽ നിന്നൊന്നും ഇനി ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. നേരത്തെ തന്നെ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുള്ളതാണ് ലീഗിന്റെ തീരുമാനം എന്താണെന്ന്. അതുതന്നെയാണ് ലീഗിന്റെ തീരുമാനം, അതിലൊരു മാറ്റമില്ല. അത് മുനമ്പത്തെ ഇഷ്യൂസ് അത് ഗവൺമെൻറ് അത് പരിഹരിക്കണം എന്നുള്ളത് തന്നെയാണ്. അത് മുനമ്പം വിഷയമായാലും ഏത് വിഷയത്തിലായാലും മുസ്ലിം ലീഗ് സാമുദായിക സൗഹാർദ്ദത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ വിഷയത്തിലും അങ്ങനെ തന്നെയാണ്. അത് തന്നെയാണ് ലീഗിൻ്റെ നയം. അതല്ലാത്ത പ്രസംഗങ്ങളും മറ്റൊന്നും അത് ലീഗിൻ്റെ അക്കൗണ്ടിൽ നിങ്ങളാരും അത് പെടുത്തേണ്ടതില്ല. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബില്ലുമായി മുന്നോട്ടു പോകാനൊരുങ്ങി സർക്കാർ. ഈ സമ്മേളനത്തിൽ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിക്കാനാണ് ആലോചന. ശീതകാല സമ്മേളനത്തിൽ അവതരിപ്പിക്കാനായില്ലെങ്കിൽ ബജറ്റ് സമ്മേളനത്തിൽ ബില്ല് കൊണ്ടുവരാനാണ് തീരുമാനം. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച രാംനാഥ് കോവിന്ദ് കമ്മിറ്റിയുടെ റിപ്പോർട്ട് മന്ത്രിസഭ അംഗീകരിച്ചു. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നീക്കത്തിനെതിരെ പ്രതിപക്ഷ പാർട്ടികൾ രാംനാഥ് കോവിന്ദ് കമ്മിറ്റി എതിർപ്പ് അറിയിച്ചിരുന്നു. ബില്ലിൽ സമവായമുണ്ടാക്കാൻ വിശദമായ ചർച്ചകൾക്കായി സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടാനും തയ്യാറാണ് എന്നാണ് സൂചന. 24 ക്യാമ്പയിൻ തുടരുന്നു. തലവെക്കല്ലേ തട്ടിപ്പാണ്. ഡിജിറ്റൽ തട്ടിപ്പിൽ അഭിഭാഷകർക്കും രക്ഷയില്ല. കാസർകോട്ടെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ഗോവിന്ദൻ നായരിൽ നിന്ന് തട്ടിപ്പ് സംഘം പണം തട്ടാൻ ശ്രമിച്ചു. മുംബൈ ടെലികോം റെഗുലേറ്ററി അതോറിറ്റി എന്ന പേരിൽ ഫോൺ ചെയ്തായിരുന്നു തട്ടിപ്പിന് ശ്രമം. മുംബൈ പോലീസിൽ നിന്നാണെന്ന് പരിചയപ്പെടുത്തിയായിരുന്നു കോൾ. തുടർന്ന് പേരും അഡ്രസ്സും തിരിച്ചറിയൽ കാർഡ് നമ്പറും ചോദിച്ചു. ടെലികോം അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് വിളിക്കുകയാണ്. നിങ്ങളുടെ ഫോൺ 3 മിനിറ്റ് കട്ടാൻ വേണ്ടി പോകും, ഞങ്ങൾ കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിനുള്ള കാരണം അവർ പറഞ്ഞു. നിങ്ങൾ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന ആളാണ്. നിങ്ങളുടെ പേരിൽ മുംബൈയിൽ 17 കേസുകൾ നിലനിൽക്കുകയാണ്. നിങ്ങളുടെ ഫോൺ നമ്പർ ഉപയോഗിച്ചാണ് മുഴുവൻ ആക്ടിവിറ്റീസും ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങളെ ഫോൺ കട്ട് ചെയ്യാൻ വേണ്ടി പോവാണ് എന്നൊക്കെ അവരെന്നോട് പറഞ്ഞു. മാധവൻ നായരുടെ തിരിച്ചറിയൽ രേഖ ഉപയോഗിച്ച് മുംബൈയിൽ നിരവധി സിം കാർഡുകൾ നിലവിലുണ്ടെന്നും ഇത് ഉപയോഗിച്ച് രാജ്യവിരുദ്ധ പ്രവർത്തനവും പണമിടപാടും നടക്കുന്നുണ്ടെന്നും ഭീഷണിപ്പെടുത്തി. എത്രയും പെട്ടെന്ന് മുംബൈയിൽ എത്തണമെന്നും അല്ലാത്തപക്ഷം ഡിജിറ്റൽ അറസ്റ്റ് ഉണ്ടാകുമെന്നും അറിയിച്ചു. ഞാൻ പറഞ്ഞു പേയ്മെൻ്റ് ഒക്കെ നമുക്ക് നടത്താം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യാം, 17 കേസ് ഉണ്ട് എന്നല്ല പറഞ്ഞ്. ആ 17 കേസിൻ്റെ FIR എൻ്റെ ഫോണിൽ നിങ്ങൾ അയച്ചു തരൂ. എൻ്റെ വാട്സപ്പ് നമ്പർ നിങ്ങളുടെ കയ്യിലുണ്ട്. എൻ്റെ ഈ വിളിക്കുന്ന നമ്പറിൽ തന്നെ വാട്സപ്പ് ഉണ്ടല്ലോ, അത് അയച്ചു തരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അത് തരാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് തന്നാൽ മാത്രമേ സംസാരിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഫോണിൽ ഒരു ഹായ് മെസ്സേജ് അയച്ചു. ഞാൻ വീണ്ടും പറഞ്ഞു നിങ്ങൾ അതിൻ്റെ FIR നമ്പർ അയക്കുമെന്ന് പറഞ്ഞു. പക്ഷേ FIR നമ്പർ അയക്കുമെന്ന് പറയുമ്പോൾ അവർ ഫോൺ കട്ട് ചെയ്തു പോവുകയാണ് ഉണ്ടായത്. 17 കേസുകൾ നിലവിലുണ്ടെന്നാണ് അറിയിച്ചത്. അടച്ചിട്ട മുറിയിൽ ഒറ്റയ്ക്ക് ഓൺലൈനായി വിചാരണ നേരിടണമെന്ന് പറഞ്ഞപ്പോഴാണ് മാധവൻ നായർക്ക് തട്ടിപ്പ് മനസ്സിലായത്. 24 കാസർഗോഡ്. കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള കണ്ണൂർ മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ പാർട്ടിയിൽ പൊട്ടിത്തെറി. കോൺഗ്രസ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികളടക്കം 100ഓളം പേർ രാജിവെച്ചു. ഭരണസമിതി ചെയർമാനായ MK രാഘവൻ MPയുടെ കോലം കത്തിച്ച് പഴയങ്ങാടിയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ പരസ്യ പ്രതിഷേധം. MK രാഘവനെ കണ്ണൂർ DCC നേതൃത്വവും പരോക്ഷമായി തള്ളി. MK രാഘവൻ MP ചെയർമാനായ കോൺഗ്രസ് പയ്യന്നൂർ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിലാണ് മാടായി കോളേജ് പ്രവർത്തിക്കുന്നത്. കോൺഗ്രസ് ഭരണസമിതി കോഴ വാങ്ങി 2 CPIMകാർക്ക് നിയമനം നൽകിയെന്ന് പ്രവർത്തകരുടെ ആരോപണം. അഭിമുഖ ദിനത്തിൽ MK രാഘവനെ തടഞ്ഞ 5 കോൺഗ്രസ് പ്രവർത്തകരെ കഴിഞ്ഞ ദിവസം DCC സസ്പെൻഡ് ചെയ്തിരുന്നു. ഇതോടെ MK രാഘവനെതിരെ പരസ്യകലാപവുമായി പ്രവർത്തകർ. രാഘവൻ ഒറ്റുകാരനെന്ന് മുദ്രാവാക്യം.
മാടായി കോളേജ് എൻ്റെ തറവാട് സ്വത്താണെന്നുള്ള ചിന്ത മാത്രമാണ് അദ്ദേഹത്തിനുള്ളത്. മാടായി കോളേജ് അദ്ദേഹം ഉണ്ടാക്കിയതല്ല, കോൺഗ്രസ് പാർട്ടി ഉണ്ടായതുകൊണ്ടാണ് MK രാഘവനായാലും ഇവിടെയുള്ള പല രാഘവന്മാർക്കും സഹകരണ സ്ഥാപനങ്ങൾ കിട്ടിയത്. അതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മരിക്കുന്നത് വരെ അതിൻ്റെ ചെയർമാൻ ഞാൻ, എൻ്റെ ഭാര്യ, അല്ലെങ്കിൽ എൻ്റെ കുടുംബക്കാർ, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ടവർ എന്ന് പറഞ്ഞ് നടക്കുന്ന ഈ കോൺഗ്രസിൻ്റെ ഇവിടെയുള്ള പല നേതാക്കന്മാരും അവർക്കെതിരെയും കൂടിയാണ് ഈ നമ്മൾ ഇന്ന് നടത്തിയ സമയം. ഇവിടെ കോയ നിയമനം കുടുംബക്കാരനെ നിയമിക്കുന്നത് ദാനം കെട്ട നിലപാടാണ് MK രാഘവൻ എടുക്കുന്നത്. ആ നിലപാടിന് ഇവിടെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന ഒരു കോൺഗ്രസ് പ്രവർത്തകരും കൂട്ടിക്കില്ല. മാടായി കോളേജ് നിയന്ത്രിക്കുന്ന സൊസൈറ്റിയിലെ 5 ഡയറക്ടർ ബോർഡ് അംഗങ്ങളെ DCC പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. ഫലത്തിൽ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി വ്യക്തമാക്കിയത് MK രാഘവനെതിരായ നിലപാടാണ്. എന്നാൽ പ്രവർത്തകരോഷം തണുപ്പിക്കാനായിട്ടില്ല. MK രാഘവനെതിരായ വികാരം DCC KPCC നേതൃത്വത്തെ അറിയിക്കുമെന്നാണ് സൂചന. 24 കണ്ണൂർ. പത്തനംതിട്ടയിലെ നഴ്സിംഗ് വിദ്യാർത്ഥി അമ്മുവിന്റെ മരണത്തിൽ കോളേജ് പ്രിൻസിപ്പലിന് സ്ഥലമാറ്റം. ആരോപണ വിധേയരായ 3 പെൺകുട്ടികൾക്കും സസ്പെൻഷൻ. അമ്മുവിന്റെ മരണത്തിൽ സൈക്കാട്രി വിഭാഗം അധ്യാപകനെ പ്രതി ചേർക്കണമെന്നാവശ്യപ്പെട്ട് കുടുംബം പുതിയ പരാതി നൽകി. ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജിലെ സൈക്കാട്രി വിഭാഗം അധ്യാപകൻ സജിക്കെതിരെയാണ് കുടുംബത്തിന്റെ പുതിയ ആരോപണം. അമ്മു സജീവ് മരിച്ച ദിവസം അധ്യാപകന്റെ സാന്നിധ്യത്തിൽ സഹപാഠികൾ മാനസികമായി പീഡിപ്പിച്ചെന്നും കുറ്റവിചാരണ നടത്തിയെന്നും DYSPക്ക് നൽകിയ പുതിയ പരാതിയിൽ ആരോപിക്കുന്നു. ഓരോ കുട്ടികളെയും വിളിച്ച് ഒരു കൗൺസിലിംഗ് അല്ലായിരുന്നു, ഒരു കുറ്റവിചാരണ പോലായിരുന്നു അവളെ ചെയ്തത് അങ്ങേരെ. അത് ഇന്നാണ് ഞങ്ങൾ ഈ ഡീറ്റെയിൽസ് അറിയുന്നത്. എന്നിട്ട് ഇയാൾ ഒരു അമ്മു നിരപരാധിത്വം തെളിയിക്കണമെന്നും പറഞ്ഞിട്ട് ഇയാൾ പറഞ്ഞു. അതിൽ നല്ല മനോവിഷമം ഉണ്ടാവുമല്ലോ. ഓക്കെ. അമ്മുവിന്റെ പരാതി തെളിയിക്കുന്ന കുറിപ്പും കുടുംബം ഇന്ന് പുറത്തുവിട്ടു. ഹോസ്റ്റൽ മുറിയിൽ നിന്ന് കുടുംബം തിരികെ കൊണ്ടുപോയ അമ്മുവിന്റെ വസ്തുക്കളിൽ നിന്നാണ് കുറിപ്പ് കണ്ടെത്തിയത്. എന്നാൽ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നാണ് അധ്യാപകന്റെ വിശദീകരണം. വിവാദങ്ങൾക്കിടെ ചുട്ടിപ്പാറ നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പൽ അബ്ദുൽ സലാമിനെ സ്ഥലം മാറ്റി. പത്തനംതിട്ട ജില്ലയിൽ തന്നെ CPASന് കീഴിലുള്ള സീതത്തോട് നഴ്സിംഗ് കോളേജിലേക്കാണ് മാറ്റം. എന്നാൽ പ്രിൻസിപ്പലിന്റെ സ്ഥലം മാറ്റം അച്ചടക്ക നടപടിയുടെ ഭാഗമല്ലെന്നാണ് സർവകലാശാലയുടെ വിശദീകരണം. അമ്മു സജീവന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് അറസ്റ്റിലായ 3 വിദ്യാർത്ഥിനികളെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. 24 പത്തനംതിട്ട. നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ കാഞ്ഞങ്ങാട് മൻസൂർ ആശുപത്രി മാനേജ്മെന്റിനെതിരെ പരാതി. വിദ്യാർത്ഥിനിയുടെ ബന്ധുവാണ് പരാതി നൽകിയത്. സംഭവത്തിൽ വാർഡനെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയെന്ന് ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. ആഭ്യന്തര അന്വേഷണം നടക്കുന്നുണ്ടെന്നും ഇതിനുശേഷം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും ആശുപത്രി MD ഷംസുദ്ദീൻ പറഞ്ഞു. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാതി വന്നപ്പോൾ തീർച്ചയായും നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ശിക്ഷാവിധിയും അതിനുള്ള കംപ്ലൈൻറ്റുകളും ഉണ്ടാവും. ചികിത്സയിൽ കഴിയുന്ന പെൺകുട്ടിയെ നാളെ ആശുപത്രിയിലെത്തി കാണുമെന്ന് വിദ്യാർത്ഥികൾ. ഞങ്ങൾ കംപ്ലൈന്റ് കൊടുത്തു, അവർ കംപ്ലൈന്റ് എടുത്തിട്ടുണ്ട്. അതിന്റെ റെസിപ്റ്റ് ഞങ്ങൾക്ക് നാളെ രാവിലെ കൊണ്ടുതരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അവർ ഉറപ്പ് തന്നിട്ടുണ്ട്. ഞങ്ങൾ പറഞ്ഞേക്കുന്നത് വാർഡൻ ഞങ്ങൾക്ക് സംശയമുണ്ട്, അപ്പോൾ അതിന്റെ പേരിൽ ഇതെടുക്കണം എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അവരത് എടുക്കാമെന്നും പറഞ്ഞിട്ടുണ്ട്. നാളെ നമ്മൾ ഇത്രയും പേരും നാളെ ആ കുട്ടീനെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഒരു 10 മണിയാകുമ്പോഴത്തേക്കും ഈ വന്ന എല്ലാ 8 പേർക്കും പ്രസന്റ് കണ്ടീഷൻ നമ്മൾ അറിയിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെ. കോഴിക്കോട് താമരശ്ശേരി ചുരത്തിൽ കടുവ ഇറങ്ങിയതായി സംശയം. രാത്രി 7 മണിയോടെ കടുവ ബൈക്ക് യാത്രക്കാർക്ക് മുന്നിലേക്ക് ചാടി എന്നാണ് വിവരം. കടുവ ഇറങ്ങിയെന്ന വിവരത്തെ തുടർന്ന് വ്യൂ പോയിന്റിലെത്തിയവരെ ഒഴിപ്പിച്ചിട്ടുണ്ട്. സ്ഥലത്ത് RRT സംഘം പരിശോധന നടത്തുകയാണ്. പരിശോധനയുടെ ദൃശ്യങ്ങൾ 24-ന് ലഭ്യമായിട്ടുണ്ട്. നേരത്തെ ഈ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു. അതിന്റെ പുതിയ വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അതെന്താണ് എന്നുള്ള കാര്യം തേടാം. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, പുതിയ വിവരങ്ങൾ. രാഹുൽ, ശ്രീജിത്ത്, താമരശ്ശേരി ചുരത്തിൽ RRT സംഘത്തിന്റെ പരിശോധന ഇപ്പോഴും തുടരുകയാണ്. വ്യൂ പോയിന്റിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്ന യാത്രക്കാരെ അവിടെ നിന്നും ഒഴിപ്പിച്ചിട്ടുണ്ട്. രാത്രികാലങ്ങളിൽ ഇതിലൂടെ യാത്ര ചെയ്യുന്ന ആളുകൾ മുൻകരുതൽ നടപടി സ്വീകരിക്കണം. വാഹനത്തിൽ പുറത്തേക്ക് ഇറങ്ങി വഴിയരികിൽ ഉൾപ്പെടെ നിൽക്കാൻ പാടില്ല എന്നാണ് വനംവകുപ്പ് സംഘം അറിയിച്ചിട്ടുള്ളത്. വനംവകുപ്പിന്റെ പരിശോധന രാത്രിയിലും തുടരാൻ തന്നെയാണ് തീരുമാനം. പോലീസിന്റെ നൈറ്റ് പെട്രോളിംഗും താമരശ്ശേരി ചുരത്തിൽ ഇപ്പോഴും നടക്കുന്നുണ്ട്. രാത്രി 7 മണിയോടുകൂടിയാണ് എട്ടാം വളവിനും 9-ാം വളവിനും ഇടയിൽ കടുവയെ കണ്ടതായുള്ള വിവരങ്ങൾ ഫോറസ്റ്റിന് ലഭിച്ചത്. ബൈക്കിന് മുന്നിലേക്ക് കടുവ എടുത്തു ചാടുകയും തുടർന്ന് കാട്ടിലേക്ക് നടന്നുപോയി എന്നുമാണ് യാത്രക്കാർ ഫോറസ്റ്റിനെ അറിയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് RRT സംഘം പരിശോധന നടത്തിയത്. പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ അവിടെ കടുവയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഈ പ്രദേശത്ത് നേരത്തെയും കടുവ ഇറങ്ങിയതാണ്. 10 മാസം മുമ്പ് കടുവ ഇതേ പ്രദേശത്ത് ഇറങ്ങിയതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് യാത്രക്കാർ പറയുന്ന കാര്യങ്ങളിൽ ഒരു സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്താണെങ്കിലും ഇപ്പോഴും RRT സംഘത്തിന്റെ പരിശോധന പ്രദേശത്ത് തുടരുകയാണ്. ശ്രീജിത്ത്. ശരി, രാഹുൽ സുരേഷ് വിവരങ്ങൾ നൽകുകയായിരുന്നു.
പാർട്ടിയും സർക്കാരും വിവാദങ്ങളിൽ മുങ്ങി നിൽക്കെ CPIM ജില്ലാ സമ്മേളനങ്ങൾക്ക് നാളെ തുടക്കമാകും. വിഭാഗീയതയുടെ പേരിൽ ഏരിയ കമ്മിറ്റി അടക്കം പിരിച്ചുവിട്ട കൊല്ലത്താണ് ആദ്യ സമ്മേളനം. രണ്ടാം പിണറായി സർക്കാരിന്റെ ഭരണപരമായ വീഴ്ചകളും പാർട്ടി നിലപാടുകളും സമ്മേളനത്തിൽ സജീവ ചർച്ചയാകും. നാളെ മുതൽ ഡിസംബർ 12 വരെ കൊട്ടിയം മയ്യനാട് ധവളക്കുഴിയിലെ കോടിയേരി ബാലകൃഷ്ണൻ നഗറിലാണ് കൊല്ലം ജില്ലാ സമ്മേളനം. PB അംഗം MA ബേബി പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുക്കും. ജില്ലാ സമ്മേളനത്തിൽ 450 പ്രതിനിധികളുണ്ട്. എന്നാൽ ഇതിൽ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള പ്രതിനിധികൾ ഇല്ല. സമ്മേളനം കയ്യാങ്കളിയിൽ കലാശിച്ച കരുനാഗപ്പള്ളിയിൽ ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ടിരുന്നു. 7 അംഗ അഡ്ഹോക് കമ്മിറ്റിയാണ് നിലവിൽ ഏരിയ കമ്മിറ്റിയുടെ ചുമതല വഹിക്കുന്നത്. വിഭാഗീയതയുടെ കാലം കഴിഞ്ഞെന്ന ആത്മവിശ്വാസവുമായാണ് ഇത്തവണ CPIM സംഘടനാ സമ്മേളനങ്ങളിലേക്ക് കടന്നത്. ഏരിയ സമ്മേളനത്തിലേക്ക് കാര്യങ്ങളെത്തിയപ്പോൾ പൊട്ടിത്തെറികളായി. സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകേണ്ട കൊല്ലത്താണ് വിഭാഗീയത തെരുവിലെത്തിയത്. ഒടുവിൽ സംസ്ഥാന സെക്രട്ടറി തന്നെ നേരിട്ടെത്തിയാണ് കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട് അഡ്ഹോക് കമ്മിറ്റിയെ വെച്ചത്. സംസ്ഥാന സമ്മേളനത്തിന് വേദിയാകേണ്ട കൊല്ലത്ത് തന്നെ ഇത്തരം പൊട്ടിത്തെറിയുണ്ടായത് നേതൃത്വത്തെ ഞെട്ടിച്ചു. പോലീസ് വകുപ്പടക്കം സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ സൂക്ഷ്മ പരിശോധന ജില്ലാ സമ്മേളന ചർച്ചകളിൽ നടന്നേക്കും. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനുമെതിരായ ഉയർന്ന ആക്ഷേപങ്ങളും PV അൻവറും P ശശി മുതൽ PP ദിവ്യ വരെ ഉൾപ്പെട്ട വിവാദങ്ങളും ചർച്ചയാകുമോ എന്ന് കണ്ടറിയണം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയും ഉപതെരഞ്ഞെടുപ്പ് വിലയിരുത്തലും ചർച്ചയാകുന്ന സമ്മേളനങ്ങൾ മൂന്നാം തുടർഭരണം ലക്ഷ്യമിടുന്ന CPIM-ന് സംഘടനാ തലത്തിലും നിർണായകമാണ്. മാർച്ച് ആദ്യവാരം കൊല്ലത്താണ് സംസ്ഥാന സമ്മേളനം. 24 കൊല്ലം. 93ാമത് ആത്മനിർഭർ ഭാരത് പുരസ്കാരം മലനാട് കമ്മ്യൂണിക്കേഷൻസിന്. ഡൽഹിയിൽ നടന്ന ചടങ്ങിൽ മലനാട് ചാനൽ മാനേജിംഗ് ഡയറക്ടർ ബെന്നി ഏലിയാസ് അവാർഡ് ഏറ്റുവാങ്ങി. നാഷണൽ അച്ചീവേഴ്സ് ഫൗണ്ടേഷനും ബിസിനസ് ആൻഡ് പ്രോഫിറ്റ്സ് എന്ന മാഗസിനും സംയുക്തമായാണ് ചടങ്ങ് സംഘടിപ്പിച്ചത്. മലനാട് ഡയറക്ടർ PJ ഗിരീഷ് കുമാർ, പബ്ലിക് റിലേഷൻ വകുപ്പ് ഡയറക്ടർ രഞ്ജിത്ത് നായ്ക്കെട്ടി എന്നിവർ പങ്കെടുത്തു. MP കൃപാനാഥ് മല്ല, മുൻ കേന്ദ്രമന്ത്രി അൽഫോൻസ് കണ്ണന്താനം, മുൻ MPമാരായ KC ത്യാഗി, JK ജെയിൻ, മുൻ സിക്കിം ഗവർണർ VP സിംഗ്, പ്രമുഖ വ്യവസായി PN ഖന്ന തുടങ്ങിയവരും അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുത്തു. കണക്റ്റും K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും സംയുക്തമായി നിർമ്മിച്ച് നൽകുന്ന പത്തനംതിട്ട ജില്ലയിലെ ആദ്യ വീടിന്റെ തറക്കല്ലിടൽ നടന്നു. പഴകുളം ആലുമൂട് സ്വദേശി രാജേഷിന്റെ സ്വപ്ന ഭവനത്തിനാണ് തറക്കല്ലിട്ടത്. 2 മക്കളും ഭാര്യയും അടങ്ങുന്നതാണ് പഴകുളം ആലുമൂട് സ്വദേശി രാജേഷിന്റെ കുടുംബം. ഇരുവരുടെയും തുച്ഛമായ വരുമാനത്തിലാണ് കുടുംബം മുന്നോട്ട് പോകുന്നത്. ഇവരുടെ വീടെന്ന സ്വപ്നം പൂവണിയാൻ കൈകോർക്കുകയാണ് K ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും 24 കണക്റ്റും. ആരോഗ്യപരമായി ചെറിയ പ്രശ്നമാണ്. ഒരു കിഡ്നിയൊക്കെ റിമൂവ് ചെയ്ത ആളാണ്. ചിറ്റിലപ്പള്ളിക്കും ഈ 24 ന്യൂസിനും വീട് വളരെ സന്തോഷമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് വീടിന്റെ തറക്കല്ലിടൽ ചടങ്ങ് നടന്നത്. വളരെയധികം സന്തോഷമുണ്ട്. എന്നുവെച്ചാൽ വളരെ കഷ്ടപ്പെട്ട് കഴിയുന്ന ഒരു കുടുംബമാണ്. പുള്ളിക്ക് തന്നെ അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു കുടുംബമാണ്. ഒരു വീട് കിട്ടുകയെന്ന് വെച്ചാൽ ഏറ്റവും വലിയ സന്തോഷകര കാര്യമല്ലേ. അത് എൻ്റെ വാർഡിൽ കിട്ടിയത് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നുണ്ട്. എത്രയും വേഗം നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. 24-നെയും അതേപോലെ തന്നെ ചിറ്റിലപ്പള്ളി കോർപ്പറേഷനൊക്കെ ഈ ഒരു സംരംഭത്തിൽ അങ്ങേയറ്റം അഭിനന്ദിക്കുന്നു. രാജേഷിന്റെ ആ സന്തോഷം കൂടി ഞങ്ങൾ ഉൾക്കൊള്ളുന്നു. അടച്ചുറപ്പുള്ള ഒരു വീട്ടിലേക്ക് താമസം മാറുന്നതിന്റെ സന്തോഷത്തിലാണ് ഈ കുടുംബം. 24 പത്തനംതിട്ട. വിശ്വാസ്യതയുടെ 6 വർഷങ്ങൾ, 6ാം വാർഷിക നിറവിൽ 24. മലയാള ചലച്ചിത്ര രംഗത്തെ സമഗ്ര സംഭാവനയ്ക്കുള്ള JC ഡാനിയൽ പുരസ്കാരം സംവിധായകൻ ഷാജി N കരുണിന് 5 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ വാർത്താക്കുറിപ്പിലൂടെയാണ് അവാർഡ് പ്രഖ്യാപിച്ചത്. സംസ്ഥാന സർക്കാർ 24 റൗണ്ടപ്പ് പൂർത്തിയാവുകയാണ്.